സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിന് മണിയാൻ പറ്റിയ ആഭരണങ്ങളും പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്നു തന്നെ സന്ദർശിക്കൂ ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള നീക്കത്തിനെതിരെ സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചേലക്കരയിൽ CPI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കാനുള്ള നീക്കത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പിന്മാറണമെന്നാവശ്യപ്പെട്ട് ചേലക്കരയിൽ CPIയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. CPI ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചേലക്കര മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ചേലക്കര CPI മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചേലക്കര ടൗൺ ചുറ്റി മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം AIYF തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി PM ശ്രീ നടപ്പിലാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അഭിമാനത്തോടുകൂടി, വേണമെങ്കിൽ കുറച്ച് അഹങ്കാരത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ഇന്ന് കേരളത്തിനകത്ത് PM ശ്രീ നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങാൻ ധാർമ്മിക ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ ഉള്ളൂ. അത് CPI ആണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. കാരണം NEP എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ച കാലത്ത് മുതൽ ഇതിനകത്തെ സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഹിഡൻ പൊളിറ്റിക്സ് നിങ്ങൾ മനസ്സിലാക്കണമെന്നും അധ്യക്ഷൻ ഇവിടെ പറഞ്ഞതുപോലെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ഹിന്ദുത്വ തീവ്രത ഈ വിദ്യാർത്ഥി മനസ്സുകൾക്കിടയിൽ കുത്തിവയ്ക്കാൻ NEP എന്ന പേരിൽ ഒരു പാഠ്യ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ കാലം മുതൽ ഈ ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ സമരം ചെയ്ത വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും യുവജന പ്രസ്ഥാനത്തിനും ഒരു പേരേ ഉള്ളൂ, അത് AISF എന്നും AIYF എന്നാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ആ NEPയുടെ മറ പിടിച്ചുകൊണ്ട് ഒരുപക്ഷെ NEP നടപ്പിലാക്കില്ല ഈ കേരളത്തിലെന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഫലമായി NEPക്ക് പുതിയ രൂപവും പുതിയ ഭാവവും നൽകിക്കൊണ്ട് PM ശ്രീ പദ്ധതി നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തെ സമീപിക്കുകയായിരുന്നു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം TP സുനിൽ, പാഞ്ഞ ലോക്കൽസ് കമ്മിറ്റി സെക്രട്ടറി P കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് KS അഭിന, ശ്രീജ സത്യൻ, രജിത മനോജ് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പ്രതിഷേധ മാർച്ചിന് മുൻനിരയിൽ നിന്നും നേതൃത്വം നൽകി. പബ്ലിക് സ്കൂളുകളുടെ സ്വയംഭരണാവകാശത്തെ തകർക്കുന്ന കേന്ദ്ര പദ്ധതിക്കെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. സ്വീകരിക്കുന്നത് മുമ്പ് പറഞ്ഞിരുന്നത് ഫണ്ട് ലഭിക്കാൻ വേണ്ടിയാണ് എന്നാണ്. എന്നാൽ നമുക്കറിയാം, കേരളത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഏതെല്ലാം ഫണ്ടുകൾ, എത്രയെല്ലാം ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുകയും സമയാസമയങ്ങളിൽ തരാതിരിക്കുകയും കേരളത്തിലെ ജനതയെ LDF ആണ് കേരളം ഭരിക്കുന്നത് എന്നതുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരായി ജനങ്ങളെ തിരിച്ചുവിടാൻ വേണ്ടി ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായി വരേണ്ടതല്ല. വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരത്തിലും അവകാശത്തിലും പെട്ടതാണ്. ഇതിനകത്ത് ഒരു നയം കേന്ദ്ര ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ വെല്ലുവിളിക്കുകയും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കൈകടത്തുകയും ചെയ്യുന്ന സമീപനമാണ്. ആ സമീപനത്തെയാണ് CPI എതിർക്കുന്നത്. ഇത് മാത്രമല്ല, അന്ധവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു, ശാസ്ത്രബോധം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, നമ്മുടെ രാജ്യത്തെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത്തരം സമീപനങ്ങൾക്കെതിരായിട്ടാണ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കരുത് എന്ന് പറയുന്നത്.
ന്യൂസ് ഡെസ്ക് CCV.